ഹായ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കുറേ ദിവസം നമ്മളെ എടുത്തു വെച്ച് കൊടുക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഒരു വിവാഹ ബന്ധവും വിവാഹമോചനവും തമ്മിൽ ഉള്ള പ്രശ്നങ്ങൾ നമ്മളെടുത്ത് പറഞ്ഞത്. കാര്യകാരണ സഹിതം എനിക്കാരും ഭയമില്ലാതെ ഞാൻ പറയും. ബിക്കോസ് എൻ്റെ എക്സ്പീരിയൻസ് എന്നാൽ അതല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഞാൻ മനസ്സിലാക്കി വരുമ്പോൾ എനിക്ക് പറയാൻ പറ്റുള്ളൂ. സിബിൻ്റെ വിഷയമാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. ആക്ച്വലി മൂപ്പൻസ് എന്ന് പറയുന്ന വ്ളോഗിൽ വന്ന ഒരു ഇതാണ് ഞാൻ ഇന്നലെ രാത്രി ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റായിട്ട് അല്ല, അതിൻ്റെ ഒരു ബാലൻസ് ഷീറ്റായിട്ട് ഇപ്പോൾ പുതിയൊരു സ്റ്റോറി വന്നിട്ടുണ്ട്. അദ്ദേഹം തന്നെ, ആ പറയുന്ന വ്ളോഗർ തന്നെ, മൂപ്പൻസ് വ്ളോഗ്, പുള്ളി തന്നെ സിബിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. സിബിൻ്റെ കയ്യിൽ നിന്ന് ഒരു ആൻസർ കിട്ടിയിട്ടുണ്ട്. സിബിൻ പറയുന്നതനുസരിച്ചാണെങ്കിൽ ചിഞ്ചു എന്ന് പറയുന്ന സിബിൻ്റെ എക്സ് വൈഫ്, ഡിവോഴ്സ് ആക്കിയിട്ടില്ല എങ്കിൽ പോലും ഇറ്റ്സ് എക്സ് വൈഫ്, അങ്ങനെയുള്ള സിബിൻ്റെ വൈഫ് തീർച്ചയായിട്ടും വിവാഹമോചനത്തിന് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടില്ല. ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്നത് സിബിനാണ്. കാരണം സിബിൻ്റെ വൈഫ് സിബിനെ ഉപേക്ഷിച്ച് വേറൊരുത്തരുടെ പോയി എന്നാണ് പറയുന്നത്. ഇറ്റ്സ് ക്വൈറ്റ് പേഴ്സണൽ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ ഒരു വിഷയത്തിൽ നമുക്ക് ഇടപെടാനൊക്കത്തില്ല, അഭിപ്രായവും പറയാനൊക്കത്തില്ല. കാരണം രണ്ട് വ്യക്തികൾ തമ്മിൽ സ്നേഹിച്ച് ഒന്നാവുകയാണ്. രണ്ടുപേർക്ക് വേണ്ട എന്ന് പറയുന്ന ഒരു സ്റ്റേജ് വരുന്നത് സംതിങ് ഫിഷി ഉണ്ട്. രണ്ടുപേരും ഉത്തരവാദികളായിരിക്കും. ആർക്കാണ് ഉത്തരവാദം എന്ന് പറഞ്ഞാൽ അവർ തന്നെയാണ് ഇതിൻ്റെ സീരിയസ് ആയിട്ടുള്ള ആൾ. അതായത് ഇപ്പം അവൾ ഒരുത്തനെ ഉപേക്ഷിച്ച് പോയിട്ട് അവൻ ഒരുത്തൻ്റെ കൂടെ, എങ്ങനെയായാലും രണ്ടുപേർക്ക് ആ ബന്ധം വേണ്ട എന്ന് തന്നെയാണ് അർത്ഥം. മ്യൂച്വലി പ്രശ്നം സോൾവ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടുപേരുടെയും വ്യക്തിത്വത്തിന് ഓക്കെ ആകുന്നത്. സിബിന് ഒരു കാര്യം പോലും ആ പെണ്ണെ പറ്റി മോശം പറയാതെ ഇങ്ങനെ ഒരു കാര്യമുള്ളത് മനസ്സിലാക്കിയപ്പോൾ ഞാൻ ഒഴിഞ്ഞു കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്വത്തിൽ ഞാൻ ഒഴിഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഡിവോഴ്സ് പെറ്റീഷൻ കൊടുത്തത് ഞാനാണ്. പിന്നെ ഇപ്പോൾ ഞാൻ ബാക്ക് അടിക്കുന്നതെന്ന് പറഞ്ഞാൽ വലിയൊരു ഹ്യൂജ് എമൗണ്ട് അവൾ നഷ്ടപരിഹാരം ചോദിച്ചു എന്നാണ്. ദിസ് പോയിന്റ് എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. യൂഷ്വലി ഞാൻ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഈ വിവാഹമോചനത്തോടനുബന്ധിച്ച് ചോദിക്കുന്ന ഈ നഷ്ടപരിഹാര തുകയും അതേപോലെ കുടുംബ കോടതിയിൽ നടക്കുന്ന ഈ സ്ത്രീധനത്തിന് വേണ്ടിയിട്ടുള്ള വഴക്കും കാണുമ്പോൾ സത്യത്തിൽ നിയമം എത്ര നോക്കുകുത്തിയാണെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. വിവാഹമോചനം അതിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത് സ്ത്രീധനത്തിനെ ചൊല്ലിയുള്ള വഴക്കാണ്. എൻ്റെ മകൾക്ക് ഞാൻ ഇത്ര രൂപ കൊടുത്തു, മാല, കമ്മല്, വള, അരഞ്ഞാണം ഉൾപ്പെടെ ഇത്ര കൊടുത്തു, അത് കാണുന്നില്ല. വിവാഹം കഴിച്ചു കൊണ്ടുപോയവനാണ് ഉത്തരവാദി. എത്ര വൃത്തികെട്ട ഒരു അലിഗേഷനാണ് അതെന്നറിയാമോ? മകൾക്ക് കൊടുക്കുന്ന സ്വർണം, മകൾക്ക് ഇടാൻ കൊടുക്കുന്ന സ്വർണം, മകളുടെ ചെലവിലേക്കായി മകൾക്ക് കൊടുക്കുന്ന പ്രോപ്പർട്ടീസ്, മകളുടെ സൗകര്യങ്ങൾക്കായി മകൾക്ക് വാങ്ങിക്കൊടുക്കുന്ന സാധനങ്ങൾ, മകളുടെ ആഹാരത്തിനും മകളുടെ കെയർടേക്കിനുമായി ഒരു എമൗണ്ട് സെറ്റിൽ ചെയ്യുന്നു. ഇതിനെ സ്ത്രീധനം എന്ന ചെല്ലപ്പേരിട്ട് വിളിക്കുകയും അത്രയും നാൾ അവളെ ടേക്ക് കെയർ ചെയ്ത വ്യക്തിയിൽ നിന്ന് വലിയൊരു തുക തന്നെ എനിക്ക് എൻ്റെ മകൾക്ക് വേണമെന്ന് പറയുമ്പോഴും ഈ അമ്മയും അച്ഛനും ഉൾപ്പെടെ, അല്ലെങ്കിൽ ആ കേസ് കൊടുത്ത മകൾ ഉൾപ്പെടെ സ്വന്തം വ്യക്തിത്വത്തിന് യാതൊരു വാല്യൂവും കൊടുക്കാത്തവരാണ്. നീ തന്നെ കൽപ്പിക്കുന്ന ഒരു വിലയാണ് അവിടെ നിന്ന് ചോദിച്ചു വാങ്ങിക്കുന്നത്. അയാൾ മനസ്സറിഞ്ഞ് തന്നാ വാങ്ങിക്കണം, അല്ലെങ്കിൽ പോടാ എന്ന് പറയണം. അതിൻ്റെ 10 മടങ്ങ് ഉണ്ടാക്കാനുള്ള ആർജവം നിനക്ക് ഉണ്ടാകണം. മഞ്ജു വാര്യർ വലിയൊരു എക്സാമ്പിളാണ്. മഞ്ജു വാര്യർ പുറത്തേക്ക് വരുമ്പോൾ 80 ലക്ഷത്തോ 80 കോടിയോ ഒക്കെ അയാൾക്ക് സ്വത്തുണ്ട് പോലും 1 രൂപ കൊടുക്കില്ല, മകളെയും കൊടുക്കില്ല എന്ന് പറഞ്ഞ് പെരുവഴിയിലേക്ക് ഇറക്കി വിട്ടു. 1500 രൂപയായിരുന്നു അത്ര ബാങ്ക് ബാലൻസ്. ഇന്നത് കോടി രൂപയാക്കി എടുത്തത് അവളുടെ മിടുക്ക് തന്നെയാണ്. ദാറ്റ് ടാലൻറ്റ് എല്ലാ പെൺകുട്ടികൾക്കും ഉണ്ടാകണമെന്നാണ് ഞാൻ പറയുക. പലർക്കും ഇത് ഇഷ്ടപ്പെടത്തില്ല, ദഹിക്കത്തില്ല, കാരണം മടിച്ചികളാണ്. ഇപ്പോൾ എൻ്റെ ഗ്രൂപ്പിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് ടൈമയുടെ ഒരു കാര്യം ഞാൻ പറയാം. എനിക്ക് തോന്നുന്നു 70% കുട്ടികൾ ജോലി ചെയ്യുന്ന പിള്ളേരാണ്. ബാക്കി ഒരു 25 ഉണ്ട് ചുമ്മാ ഒരു പണിയും ഇല്ലാതെ കയറി കുത്തിയിരിക്കുന്നതാണ്. എന്നിട്ട് അവർക്ക് നമ്മൾ പറയുമ്പോൾ ഭയങ്കര മോട്ടിവേഷനായിട്ട് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിരിക്കും. സത്യം പറഞ്ഞാൽ ഞാൻ അവർക്ക് വേണ്ടിയിട്ടല്ല വീഡിയോ ചെയ്യുന്നത്. അവരോട് പറഞ്ഞിട്ടും കാര്യമില്ല. ഇക്കാക്ക നോക്കും, അച്ഛൻ നോക്കും, ചേട്ടൻ നോക്കും, അച്ചായൻ നോക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മടിച്ചികളെ സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമേ ഇല്ല. നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ നേടിയെടുക്കുന്നതിനാണ് സ്വയം പര്യാപ്തത എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ വിവാഹശേഷം ഭർത്താവ് കൊണ്ടുതരും, ഞാൻ തിന്നുകൊണ്ടിരിക്കും, ഞാൻ ഭയങ്കര മിടുക്കത്തിയ, ഐ ആം വെരി ബ്ലെസ്ഡ് എന്ന് പറയുന്നതിനേക്കാൾ എത്രയോ നല്ല കാര്യമാണ് ഐ ഹാവ് എ ജോബ്. കുഞ്ഞുങ്ങളെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു 5 വർഷം ഗ്യാപ്പ് എടുക്കുന്നത് പോലെയല്ല നിരന്തരമായി സുഖലോലിപതയായി കയറി ഇരുന്നിട്ട് അവൻ വന്ന് നിനക്ക് പാത്രം കഴുകി തന്നില്ല എന്ന് പറയുന്നത് ഒരു കാരണവശാലും അക്സെപ്റ്റ് ചെയ്യാനൊക്കത്തില്ല. പെൺകുട്ടികൾ എപ്പോഴും ഇതുപോലെ ചിന്തിക്കണം. എനിക്ക് വേണ്ട കാര്യങ്ങൾ, ഇപ്പോൾ എനിക്കൊരു കാര്യം, ഇപ്പോൾ 10 രൂപ എൻ്റെ വീട്ടിൽ കൊടുക്കണം, എൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ ഞാൻ ഹസ്ബൻഡിൻ്റെ കാലിൽ പിടിക്കണ്ടല്ലോ, ഇറിറ്റേറ്റ് ചെയ്യത്തില്ല, ശല്യം ചെയ്യത്തില്ല. ചില മാർക്കറ്റുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ പെൺകുട്ടികളെ ഇട്ട് ഇൻസൾട്ട് ചെയ്ത് കൊല്ലുന്നത് കാണാം. എന്തെങ്കിലും ഒരു സാധനം എടുക്കണം, ചേട്ടാ ഇത് എടുത്തോട്ടെ, എന്തിനിത് കേൾക്കാൻ പോകുന്നു? ഇഫ് യു ഹാവ് മണി യു ക്യാൻ പർച്ചേസ്. അത് ചെയ്യാം. നിങ്ങൾ അപ്പോൾ ചെയ്യുന്നത് പർച്ചേസ്, മറ്റവൻ്റെ ഡിപ്പെൻഡൻറ്റ് മോഡിൽ ചെയ്യുന്നത് പർച്ചേസ്. ഈ വ്യത്യാസം ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇത് പറഞ്ഞു കൊടുത്താൽ അടിക്കാൻ വരും. ചിഞ്ചു ചെയ്തത് ഏകദേശം അതുപോലത്തെ ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഞാൻ ഇന്നലെ രാത്രിയെ മെൻഷൻ ചെയ്തു. ഈ വിഷയത്തിൽ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ചിഞ്ചു ആരുടെ കയ്യിലെ പാവയാണ്.
ഏഷ്യാനെറ്റ് ഇറക്കി വെച്ച പുതിയൊരു നാടകം മാത്രമാണത്. പക്ഷെ അത് ഇറക്കത്തില്ല, ഇഗ്നോർ ചെയ്യാനേ ഞാൻ പറയുള്ളൂ. സിബിൻ ഇപ്പോൾ എക്സ്പ്ലനേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ സിബിൻ വളരെ ജെന്യുവനായി ആ പെണ്ണിനെ വേറെ ഒരു മോശവും പറയാൻ പോയിട്ടില്ല. ഇങ്ങനൊരു അലിഗേഷൻ, ഇങ്ങനെയൊരു വിഷയം ഉള്ളതായിട്ടാണ് പറഞ്ഞത്. ചിലപ്പോൾ അയാളുടെ കയ്യിലും തെളിവുണ്ടായിരിക്കും, ഇപ്പുറത്തുള്ള തെളിവുകൾ പോലെ തന്നെ അപ്പുറത്തും തെളിവുണ്ടായിരിക്കും. ഇനി എന്തായാലും ഇല്ല പറയുന്ന സത്യൻ ചേട്ടൻ എന്ത് ചെയ്യും മല്ലയ്യ എന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും അനാവശ്യമായി അവരുടെ പേഴ്സണൽ സ്റ്റോറി എടുത്തു വെച്ച് അയാളെ വൃത്തികെട്ട തരത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ സ്വന്തം വ്യക്തിത്വം കൂടെ നാശമാക്കപ്പെടും, അല്ലെങ്കിൽ നാറ്റിക്കപ്പെടാം എന്ന ഒരു ചെറിയ ബോധമെങ്കിലും ആ പെങ്കൊച്ചിന് വേണ്ടായോ? ഇപ്പോഴും രണ്ടുപേരും തമ്മിൽ പരസ്പരം കടിച്ചു കീറുമ്പോൾ ഇത് ഒരു കണ്ടന്റായി എടുത്ത് ഉപയോഗിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അറിയാത്തൊരു കാര്യമുണ്ട്. ഇത് കണ്ട് വേദനിക്കുന്ന ഒരു കുഞ്ഞുണ്ട്. ആ കുട്ടിക്ക് അത് വളരെയധികം മാനഹാനി ഉണ്ടാക്കും, പ്രയാസങ്ങൾ ഉണ്ടാക്കും. ചിലർക്ക് അതൊരു ഒരു സൈക്കോ പ്രോബ്ലമാണ്. തനിക്ക് വലിയ ആളാകാൻ വേണ്ടിയിട്ട് തൻ്റെ പാർട്ട്ണറെ ഇകഴ്ത്തുക. അത് മിക്കവാറും ആണുങ്ങൾ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ മാർക്കറ്റുകളിലൊക്കെയാണ് പൊതുവേ കാണാറ്. പോകുമ്പോൾ ഒരു ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുക, വളരെ മോശമായിട്ട് ബിഹേവ് ചെയ്യുക, അപ്പോൾ താൻ കേമനായി എന്നൊരു തോന്നലാണ്. ദ സെയിം തിങ് എന്നെ ഡിവോഴ്സ് കഴിഞ്ഞ ശേഷം ആണുങ്ങളെ പറയുന്നേക്കാം, അവൻ ശരിയല്ല, അവൻ ഫ്രോഡ്, അവൻ മാർച്ച. എന്തിനാ ഇത് പറയുന്നേ? എന്ത് ലാഭം? നിങ്ങളുടെ പാർട്ട്ണർ, നിങ്ങൾ സ്നേഹിച്ച, നിങ്ങൾ കൂടെ കൊണ്ട് നടന്ന ഒരു വ്യക്തി പെട്ടെന്ന് മോശക്കാരനാവുകയാണോ? നീ ടോക്സിക് ആയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? തല്ലുകയോ വെട്ടുകയോ കുത്തുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കേസ് കൊടുത്ത് ഒഴിവാക്കുക. അത് മറ്റൊരാൾക്ക് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഇട്ട് കൊടുക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് എനിക്കറിയത്തില്ല. ഐ എം ആൾസോ ഡിവോഴ്സി. എനിക്ക് അതിൻ്റെ എല്ലാ തലങ്ങളും അറിയാം. മോശമായിട്ട് പറയുന്ന ഒരു രീതി ഇപ്പം പ്രോബ്ലം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഇനിയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നുമില്ല. കാരണം ഒരു മകനുണ്ട് ഞങ്ങൾക്ക്. ഞാനും അദ്ദേഹവും തമ്മിൽ വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ, അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും തെറി പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ എഫക്റ്റഡ് ആകുന്ന എൻ്റെ മകനാണ്. എത്ര മാച്ച് കളഞ്ഞാലും മായാത്തൊരു കാര്യം എൻ്റെ മകൻ്റെ അച്ഛനാണത്. അയാൾക്കും അത് തന്നെ. അയാളുടെ മകൻ്റെ അമ്മയാണ് ഞാൻ. മാറ്റാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ ഒരു സംഗതി ഉള്ളിലുണ്ടെങ്കിൽ, ആ കുഞ്ഞിനോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ റെസ്പെക്റ്റോടുകൂടി ഒഴിവാക്കി വിടുക എന്നുള്ളതാണ് ഏറ്റവും നല്ല പരിപാടി. പിന്നെ ചില പെണ്ണുങ്ങളെ നമുക്ക് തിരുത്താനാകത്തില്ല. ഇപ്പം നോക്കൂ, അയാളിൽ നിന്നൊരു വലിയൊരു തുകയ്ക്ക് വേണ്ടിയിട്ടാണ് ചിഞ്ചു കൊണ്ടുപോയി പരാതി കൊടുത്തിരിക്കുന്നത്. ആ തുക കൊടുക്കാനുള്ളൊരു പണം അയാളുടെ കയ്യിലില്ല. അയാൾ ഫിനാൻഷ്യലി സൗണ്ട് അല്ല. അത്രത്തോളം വിഷമത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി ഏതെങ്കിലും രീതിയിൽ ഒന്ന് ഡെവലപ്പായി വരികയാണെങ്കിൽ ആയിക്കോട്ടെ. അങ്ങനെ അയാൾ പണം ഉണ്ടാക്കുകയാണെങ്കിൽ തനിക്ക് കിട്ടാൻ താൻ ഉദ്ദേശിച്ച പണം കയ്യിലേക്ക് വരുമല്ലോ. അതൊരു പ്രതീക്ഷയല്ലേ. അതിന് പകരം അയാൾ നന്നാകാനേ പാടില്ല, അയാൾ നശിച്ച് വീണ്ടും കുഴിയിലേക്ക് പോകണമെന്ന് പറയുന്നത് എന്ത് തരം പാർട്ട്ണർഷിപ്പാണോ? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ആ പെണ്ണിൻ്റെ ഒരു കളി 8 നിലയിൽ പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട് സിബിൻ. മൂപ്പൻസാണ് ഇതെടുത്ത് വെച്ച് പറഞ്ഞിട്ടുള്ളത്. സത്യാവസ്ഥ എന്തെങ്കിലും കൂടുതൽ അറിയണമെങ്കിൽ അവിടെ പോയി ചോദിക്കുക. കാരണം ബിക്കോസ് ഹീസ് ഓൺ അയാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ഡീറ്റെയിൽ പുറത്തു വിട്ടത്. എനിക്കിത് കണ്ടപ്പോൾ പറയണമെന്ന് തോന്നി. പിന്നെ ഇവിടുത്തെ കോടതി വ്യവഹാരങ്ങൾ, സ്ത്രീധനം കൊടുക്കരുത്, വാങ്ങരുത് എന്ന് പറയുന്ന കോടതിയിൽ തന്നെയാണ് സ്ത്രീധനത്തിനെ ചൊല്ലിയുള്ള ഈ തർക്കം നടക്കുന്നത്. ആക്ച്വലി ഈ തർക്കം നടക്കുമ്പോൾ ബോധമുള്ള ഒരു ജഡ്ജി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പറയേണ്ടത് ഇതാണ്: സ്ത്രീധനം കൊടുത്തത് തെറ്റ്, അതിന് നിനക്ക് ഇത്ര ദിവസത്തെ പണിഷ്മെൻറ്റ്, വാങ്ങിയത് തെറ്റ്, അതിനും ഇത്ര ഒരു പണിഷ്മെൻറ്റ്, എന്നിട്ട് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ നിൽക്കുക. അങ്ങനെയാകുമ്പോൾ ഈ ചീള് കേസിനായിട്ട് അങ്ങോട്ട് തള്ളിക്കൊണ്ട് വരത്തില്ല. അതേ ഒരു സൊല്യൂഷനുള്ളൂ. ആക്ച്വലി അത് നിയമപരമായി സാധൂകരിക്കാവുന്ന ഒരു കാര്യവും കൂടിയാണ്. കാരണം സ്ത്രീധനത്തിനെ ചൊല്ലി ഒരു അടി നടക്കുന്നത് തീർച്ചയായിട്ടും സമ്മതിച്ചു കൊടുക്കാൻ ഒക്കത്തില്ല. പെൺകുട്ടിക്ക് ഇട്ട് കൊടുക്കുന്ന, പെൺകുട്ടിയുടെ സുഖലോലുപതയ്ക്കും പെൺകുട്ടിയുടെ സെക്യൂരിറ്റിക്കും വേണ്ടിയിട്ട് കൊടുക്കുന്ന വസ്തുവും സ്വർണവും കാശും ഫർണിച്ചറും ഒക്കെ ഉപയോഗിക്കുന്ന പെൺകുട്ടിയും കൂടെയാണ്. അതെല്ലാം ഉപയോഗിച്ച ശേഷം അത് അവൻ മാത്രം ഉപയോഗിച്ചു എന്ന ടൈം വരുത്തി അതിൻ്റെ നഷ്ടപരിഹാരം ചോദിക്കുന്ന ഒരുതരം ഫ്രോഡുകളൻ്റെ പരിപാടിയാണ്. പിന്നെ അക്കൂടെ ആ പെൺകുട്ടിക്ക് യാതൊരു റെസ്പെക്റ്റും അർഹിക്കുന്നില്ല. കാരണം അവൾ അത്രയും ദിവസം അവിടെ ചെയ്ത ആ ഒരു കാര്യത്തിനുള്ള എമൗണ്ടാണ് ചോദിക്കുന്നത്. അത് ഞാൻ കൂടുതൽ വൾഗറാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ വീട്ടു ജോലിക്കാണ് മകളെ അവിടെ കൊടുത്തു വിട്ടെങ്കിലും വീട്ടു ജോലി ചെയ്തതിനുള്ള എമൗണ്ട് ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ മകളെ ജോലിക്കാണോ അവിടെ വിട്ടത്? ഒന്നുമല്ല. 2 വ്യക്തികൾ തമ്മിലുള്ള ഒരു ഇടപാട്, കരാർ, അത് തന്നെയാണ് വിവാഹം എന്ന കരാർ. അതിനകത്ത് നമ്മൾ 100% കൊടുക്കാൻ നിൽക്കരുത് എന്നുള്ളതാണ് എനിക്ക് പെൺകുട്ടികളോട് പറയാനുള്ളത്. 25% നമ്മുടെ കയ്യിലുണ്ടാവണം. ഫിനാൻഷ്യൽ സ്റ്റാറ്റസിലായിരുന്നാലും എന്തിലായിരുന്നാലും ഏത് രീതിയിലുള്ള പണമിടപാടുകളായി പോയിരുന്നാലും നമ്മളുടെ 25% നമ്മുടെ കയ്യിൽ നിർത്തിക്കൊണ്ട് വേണം എന്ത് കളിക്ക് നിൽക്കാനായിട്ട്. ഒരു വീട് വെക്കുന്നതിനായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വീട് നിൽക്കുന്ന സ്ഥലത്ത് നമ്മുടെ പേരിൽ കൂടെ ആണെങ്കിൽ മാത്രം ആ പൈസ കൊടുക്കുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. എത്ര പ്രണയമുണ്ടെന്ന് പറഞ്ഞാലും. അതേപോലെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ 1% എപ്പോഴും സെക്യൂർ ആക്കി വെക്കുക, ബാക്കി അങ്ങോട്ട് കൊടുത്താൽ മതിയാകും. അത് പുള്ളിയോടും പറയുക, യു ആൾസോ നീഡ് ടു സെക്യൂർ യുവർ സെൽഫ്. പെട്ടെന്ന് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ വേറെ ആരുണ്ടാകും? ഈ ചിന്താധാര വരുന്നിടത്ത് ഈ പ്രോബ്ലം സോൾവ് ആവും. പരസ്പര സഹകരണത്തോടെ മുന്നോട്ട് പോയാൽ മാത്രമേ എല്ലാ ലൈഫും
ജയിക്കുകയുള്ളൂ. സഹകരണം എന്ന് പറയുന്നത് അഡ്ജസ്റ്റ്മെൻറ്റില്ല, അണ്ടർസ്റ്റാൻഡിങ് ആണ്. നമ്മൾ കഴിഞ്ഞാൽ മറ്റൊരാളെ ചൂസ് ചെയ്യേണ്ട ഗതികളിലേക്ക് അവളെ കൊണ്ട് എത്തിക്കാതിരിക്കാൻ അവൾക്ക് സെക്യൂരിറ്റി ഉണ്ടാകണം, സ്വയം പര്യാപ്തയായിരിക്കണം, അവൾ സെക്യൂർ ആകേണ്ട ആവശ്യകതയുണ്ട്. ഞാനില്ലെങ്കിൽ അവൾ സെക്യൂർ ആകണം എന്നൊരു തോട്ടിൽ അവളെ സഹായിച്ച് അവളെ സ്വയം പര്യാപ്തി ആക്കാൻ ശ്രമിക്കേണ്ട വ്യക്തിയാണ് ആണുങ്ങൾ. തിരിച്ചും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഹെൽപ്പ് ചെയ്യേണ്ട ഒരു വ്യക്തിയാണ് നമ്മളുടെ പാർട്ട്ണർ. അദ്ദേഹത്തിന് വേണ്ട സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കാൻ തയ്യാറാകുന്ന ഒരു പെണ്ണാണ് വ്യക്തിത്വമുള്ള പെണ്ണ് എന്ന് ഞാൻ പറയും. ഇതൊക്കെ പ്രാക്ടിക്കൽ ആകണമെങ്കിൽ നമുക്ക് സംസാരിക്കാനുള്ള അർഹത വരണം. നമ്മൾ സംസാരിക്കുന്നത് കേൾക്കാൻ താല്പര്യമുള്ള നമ്മളുടെ കുടുംബാംഗങ്ങൾ ഉണ്ടാകണം. എന്നാൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ. മിണ്ടാതിരുന്ന ഒരു രക്ഷയുമില്ല. കരയുന്ന കുഞ്ഞിനെ പാല് കിട്ടുള്ളൂ എന്നൊരു തത്വമാണ്. അത് പ്രാക്ടിക്കലാക്കേണ്ട ആവശ്യകതയുമുണ്ട്. സിബിൻ്റെ വിഷയത്തിൽ നടന്നത് തീർച്ചയായിട്ടും ഞാൻ ഇന്നലെ പറഞ്ഞതൊക്കെ തന്നെയാണ്. പുതിയതായിട്ടൊരു കഥയുമില്ല. ഇത്രയേ ഉള്ളൂ. സിബിനും അവരും തമ്മിൽ പിണങ്ങാനുണ്ടായ കാരണം അവർക്ക് രണ്ടുപേർക്കും ഇല്ലീഗൽ അഫയേഴ്സ് ഉണ്ട്. അവക്കുമുണ്ട്, അവനുമുണ്ട്. പിന്നെ ഇത് ഒളിച്ചു വെച്ചിട്ട് അവനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ചിഞ്ചു വന്നാൽ ഇവൻ മിണ്ടാതിരിക്കില്ല, ഇവനും എടുത്തു വെച്ച് അലക്കും. നാണം കെടാൻ പോകുന്നത് ആ കുഞ്ഞായിരിക്കും. സോ എൻ്റെ പൊന്നു വേശ്യാനട്ടെ, ആവശ്യമില്ലാതെ ഒരാളുടെ ജീവിതം നീ അതിനകത്തിട്ട് പൊളിച്ച് പാളീസാക്കി നാശമാക്കുന്നുണ്ട്. ഇനി പുറത്തേക്ക് വന്നവരെയും കൂടെ ഇങ്ങനെ ഉപദ്രവിക്കാൻ വിട്ടൂടെ? റോബിൻ പറയുന്നു, ഓരോ മനുഷ്യരും ഇങ്ങനെ പറയണം, എവിടേക്കാണ് ഈ യാത്ര? ഓരോ മനുഷ്യരുടെ മനസ്സിലുള്ള കുഴുത്തുരുമ്പും കിറുക്കുതരവും കൊണ്ട് മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിക്കുന്ന രീതി കണ്ടിട്ട് കാണാൻ പറ്റാത്തതുകൊണ്ട് പറഞ്ഞതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കമൻസിൽ വിമർശനമാകാം, കുറച്ച് മാന്യമായി ചെയ്താൽ വളരെ നന്ദിയായിരിക്കും. അല്ലെങ്കിൽ ഞാൻ ഭയങ്കര കുഴപ്പമാണ്, അത് വേറൊരു കാര്യം. എനിവേ, ഇതിനകത്ത് നിങ്ങളുടെ അഭിപ്രായം എഴുതിയിടുക. കഴിഞ്ഞ തവണ ചെയ്തതിനകത്ത് ഒരുപാട് പേര് വന്നിട്ട് അയാളുടെ പേഴ്സണൽ കാര്യമാണെന്ന് പറഞ്ഞു. യെസ്, ഓഫ് കോഴ്സ്, ഇത് അയാളുടെ പേഴ്സണൽ കാര്യം തന്നെയാണ്. ഞാനും അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. മറിച്ചൊരു അഭിപ്രായം എനിക്കുമില്ല. അതും ഈ പറയുന്ന ബിഗ് ബോസുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷേ ഇതിന് ഇങ്ങനെ ഒരു വിഷയമുള്ളത് കൊണ്ടാണ് ഈ ടോപ്പിക് എടുത്തത്. അല്ലാതെ സിബിനെ ഇകഴ്ത്താനല്ല. സിബിൻ ചെയ്തത് 100% കറക്റ്റ്, ചിഞ്ചു ചെയ്യുന്നത് തോന്നിവാസമാണ് എന്ന് ഞാൻ പറയും. കാരണം കോടതിയിൽ നടക്കുന്ന ഒരു കേസ്, അതിനെപ്പറ്റി കൂടുതൽ പറയാതിരിക്കുന്നതാണ് വൃത്തി. അവർ തമ്മിലുള്ളത് അവർ തമ്മിൽ തന്നെ തീർക്കട്ടെ. മറ്റുള്ളവർ ഇടപെട്ട് അത് കൂടുതൽ വക്രീകരിക്കാൻ നിൽക്കണ്ട. ഇനി ചിഞ്ചുവിൻ്റെ വിഷയം എടുക്കാം. സിബിനെ ഇടിച്ചു താഴ്ത്തിക്കൊണ്ടോ നശിപ്പിച്ചത് കൊണ്ടോ ചിഞ്ചുവിനൊന്നും നേടാൻ കിട്ടത്തില്ല. പകരം നഷ്ടപ്പെടാനേ ഉണ്ടാവുള്ളൂ. പ്രത്യേകിച്ച് ആ കുട്ടിയുടെ സ്വസ്ഥതയും അവൻ്റെ അഭിമാനവും നഷ്ടപ്പെടും. അത് വേണമോ വേണ്ടെന്ന് ചിഞ്ചുവാണ് ചിന്തിക്കേണ്ടത്. താങ്ക് യു.